ഇതിന്റെ ഒരു രചനയുണ്ട്, മക്തി മനക്ലേശം എന്നാണ്. നമ്മൾ വായിക്കേണ്ടതാണ്, കരഞ്ഞു പോകും ആ രചന വായിക്കും. കേരളത്തിലെല്ലാ തെരുവോരങ്ങളിലും നടന്നുകൊണ്ട് ക്രൈസ്തവ വൽക്കരണത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന പാതിരിമാർക്ക് മറുപടി നൽകിക്കൊണ്ട് ശക്തമായി പ്രഭാഷണം നടത്തുവാൻ സ്വന്തം ചെലവിൽ പോയി, സ്വന്തം മൈക്ക് കെട്ടി, സ്വന്തം ലഘുലേഖ എഴുതി, സ്വന്തമായി പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്തിരുന്ന അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം കഴിഞ്ഞ് മഴ പെയ്തു, ആകെ ഇരുട്ടുമാണ്, പോകാനും വയ്യ, കിടക്കാനും സ്ഥലമില്ല. അതിനടുത്ത പള്ളിയിൽ പോയി മുട്ടിയപ്പോ വാതിൽ തുറന്നു നോക്കിയിട്ട് ആരാണ്? സെയ്ദ് സനാഉല്ല മക്തി തങ്ങളാണ്. ഷെയ്ത്താനെ നീയാണോ? അന്ന് പള്ളി സ്ഥലമില്ല എന്ന് കൂട്ടിക്കളഞ്ഞ സംഭവം പറയുന്നുണ്ട്. കാരണം അദ്ദേഹവും മുസ്ലിങ്ങളോട് നിങ്ങളൊന്ന് മുസ്ലിം ആകുന്നു പറഞ്ഞു എന്നുള്ളത്. കാരണം ഇത് ഞാൻ പറയുന്നത് ആരെങ്കിലും കുറ്റം പറയാൻ വേണ്ടിയല്ല, മറിച്ച് നാം ഒരു ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ സയ്യിദ് സനാഉല്ല മക്തി തങ്ങൾക്കെതിരെ ശക്തമായ പടയോട്ടം ഇവിടെ നടന്നിരുന്നു, ബോധപൂർവ്വമാണ്. പക്ഷെ ഇപ്പോഴോ നമുക്കറിയാം, കേരളത്തിന്റെ ഓരോ കവലകളിലും സക്കാഫിമാൾ വിറളി പിടിച്ചിട്ട് എം എം അക്ബറിനെതിരെ പുതിയൊരു CD ഇറങ്ങിയിരിക്കുകയാണ്. പുതിയൊരു CD എന്ത്? അക്ബറിന്റെ വിവരക്കേട് എന്നാണ് പേരോട് മുസ്ലിം CD ഇറക്കാണേ. പേരോട് മുസ്ലിം CD ഇറക്കുക അക്ബറിനെതിരെ. കാരണം ഇവിടുത്തെ അമുസ്ലിങ്ങൾക്കറിയാം അക്ബർ സാഹിബിനെ, ഇവിടുത്തെ ക്രൈസ്തവർക്കും ഇവിടുത്തെ ഹൈന്ദവർക്കും ഇവിടുത്തെ സുന്നിക്കും ഇവിടുത്തെ മുജാഹിദിനും ഇവിടുത്തെ ദക്ഷിണക്കും അതുപോലെ തന്നെ സമസ്തക്കാരനും AP ഗ്രൂപ്പിനും EK ഗ്രൂപ്പിനും NDF-കാരനും എല്ലാവർക്കും അറിയാം എം എം അക്ബർ സാഹിബിനെ, അല്ലേ? അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം എന്താണ്? നിച്ച് ഓഫ് ട്രൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനം എന്താണ്? ഇവിടെ അമുസ്ലിങ്ങളായ ആളുകൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആ പ്രവർത്തനം ഇത് മുസ്ലിയാക്കന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അക്ബർ സാഹിബിനെതിരെ ഇപ്പൊ ശക്തമായ പ്രചണ്ഡമായ പ്രചാരവേല ഇവിടെയും കാണിച്ചില്ലേ, ഇവിടെ ഇട്ടില്ലേ? വരട്ടെ മുസ്ലിയാർ. ഇപ്പൊ ഇവിടെ വന്ന മുസ്ലിയാർ ഞാൻ പറഞ്ഞില്ലേ, അത് സാധുവാ. അവിടെ ആ മോളിൽ തന്നെ പോരട്ടെ. അദ്ദേഹം അക്ബർ സാഹിബിനെതിരെ ഉള്ള പടയോട്ടം, മുസ്ലിയാക്കന്മാർ നടത്തുന്ന പടയോട്ടം നാടൊട്ടാകെ നടന്നിട്ട് ഇസ്ലാമിന്റെ പ്രചരണം നടത്തുന്ന ആളാണ്, ക്രിസ്ത്യാനികൾക്കെതിരെ പ്രസംഗിക്കുന്ന ആളാണ് എന്ന് പറയുന്ന ഒരു മൗലവിയില്ലേ, MM അക്ബർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മുഹമ്മദ് നബിയെ അപമാനിക്കുന്ന വാക്ക് നേരിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. സഹോദരന്മാരെ ശരിക്ക് ശ്രദ്ധിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലത്ത് മക്കയിൽ ജനിച്ചു. ആ മക്കയിൽ മറ്റുള്ള മുഴുവൻ ജനങ്ങളിൽ നിന്നും വ്യത്യസ്തനായി അൽ അമീൻ, പരിപൂർണ വിശ്വസ്തനെന്ന് എല്ലാവരും വിളിക്കുന്ന വിധത്തിൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി ജീവിച്ചു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഒരു സാധാരണ അറബി പയ്യനെന്നാണ്, നബിയെ കുറിച്ച് MM അക്ബർ പ്രസംഗിക്കുന്നത്. കേട്ടോളൂ, നേരിൽ കേട്ടോളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. 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 കണ്ടോ? അറബികൾക്കിടയിൽ ജീവിച്ച സാധാരണ ഒരു അറബിപ്പയ്യൻ. കണ്ടില്ലേ? അക്ബർ അപമാനിച്ചു എന്നാ പറയുന്നത്. അക്ബർ അപമാനിച്ചു. സാധാരണ അറബിപ്പയ്യൻ, 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച സാധാരണ അറബിപ്പയ്യൻ. കണ്ടോ? നബിയെ പയ്യനാക്കി എന്ന് പറഞ്ഞ ഇത്രയും നടന്നത്. നബിയെ പയ്യനി ഞാൻ വെല്ലുവിളിക്കുന്നു. വെല്ലുവിളിച്ചോണ്ട് ഞാൻ ഇപ്പൊ ചോദിക്കട്ടെ, ഈ വിഷയത്തിൽ എന്ത് ഇനി പയ്യനാക്കി നിങ്ങൾ പറയുമോ? ഇനി മുസ്ലിയാർ വരുമെങ്കിൽ ഒന്ന് പറയട്ടെ. പറയൂല. ഇനി പറയാൻ വല്ല തീരുമാനമുണ്ടെങ്കിൽ പേരുമില്ലെന്ന് വിളിച്ചു ചോദിച്ചിട്ട് വേണം പറയാൻ, കേട്ടോ? കാര്യം എന്താ? ഇവരെഴുതി വെച്ചിട്ടുണ്ട് പയ്യനെന്ന്. കാര്യം പയ്യനെന്ന് പറഞ്ഞാൽ തെറിയാത് ചീത്തയാണോ തെറിയാണോ? പയ്യൻ എന്ന വാക്കിന് അർത്ഥമുണ്ട് കുമാരൻ, യുവാവ്, ചെറുപ്പക്കാരൻ. 40 വയസ്സുവരെ മുഹമ്മദ് നബി കിളവനാ അല്ലല്ലോ, ചെറുപ്പക്കാരനാണ്, യുവാവാണ്, കുമാരനാണ്. ആ അർത്ഥത്തിൽ ഇവരെഴുതിയിട്ടുണ്ട്. ഇനിയോ അപമാനിച്ചതാരാ? റസൂലിനെ അപമാനിച്ചാരാ? കൃത്യമായി തന്നെ നിങ്ങൾക്ക് കാണാം. എന്തെന്നല്ലേ, ഇവര് പുറത്തിറക്കുന്ന ഇവരുടെ പത്രം, ഇവരുടെ പത്രത്തിൽ കേട്ടോളൂ, പൂങ്കാവനത്തിൽ 1995 ആഗസ്റ്റ് മാസത്തിൽ മുഹമ്മദ് നബിയെ കുറിച്ച് കാലപുരുഷൻ, ചരിത്ര പുരുഷൻ ഒരു ലേഖനാണ്. പൂങ്കാവനത്തിൽ വന്ന ലേഖന. അള്ളാഹു മുഹമ്മദിനോട് പറഞ്ഞു, തീർന്നില്ല. അഹമ്മദ് എന്ന് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന
കാലപുരുഷനായിരുന്നു അവൻ. ആര്? അവൻ. തീർന്നോ? ഇല്ല. അവന് വേണ്ടി ലോകം സൃഷ്ടിക്കപ്പെടുന്നു. അവന് വേണ്ടി. അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. പിന്നെയോ അവന്റെ വെളിപ്പെടലിന് വേണ്ടി അവന്റെ പിതാവായ ആദം സൃഷ്ടിക്കപ്പെടുന്നു. ഫുൾ അവൻ എത്രയോ വെട്ടാവർത്തിക്കണമെന്ന് അറിയോ? അഹമ്മദ് എന്ന ആ അഭൗമൻ മുഹമ്മദ് എന്ന വിശുദ്ധവും തീർത്തും വസ്തുതാപരമായ ചരിത്ര സത്യവുമായി തീരുന്നത് അങ്ങനെയാകുന്നു. അമ്മ അവന് നാമകരണം ചെയ്തു. ഫുൾ അവനെന്ന റസൂലിനെ വിളിക്കണത്. ഈ ലേഖനം നോക്കൂ. കാലപുരുഷൻ, ചരിത്ര പുരുഷൻ. 1995 ആഗസ്റ്റിൽ മുഹമ്മദ് നബിയെ കുറിച്ച് അവൻ. എന്നാല് ഇന്ന് ജീവിച്ചിരിക്കുന്ന, ലോകത്തിന് ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിക വിരോധികളിൽ ഒരാളായ തസ്ലീമ, ആ തസ്ലീമയെ കുറിച്ച് ഇവരുടെ പത്രം സിറാജ്, ആ സിറാജ് എന്താ എഴുതുന്നത് അറിയോ? കേട്ടോ, പീപ്പിൾ ബുക്ക് സൊസൈറ്റിയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പുതിയ പതിപ്പിന്റെ കോപ്പികൾ കൊണ്ടുവരാൻ പ്രസാധകരോട് തസ്ലീമ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പുസ്തകം വിതരണം ചെയ്യരുതെന്നും തിരുത്തലുകൾക്ക് ശേഷം വിപണനം തുടരാമെന്നും അവർ നിർദ്ദേശിച്ചു. മുഹമ്മദ് നബി അവൻ, തസ്ലീമ അവർ. പത്രാണ് സിറാജ്. 2007 ഡിസംബറിൽ പുറത്തിറങ്ങിയ പത്രം. തസ്ലീമ അവർ, മുഹമ്മദ് നബി അവൻ. പൂങ്കാവനം 1995 ആഗസ്റ്റ് മാസത്തിൽ കൃത്യമായി തന്നെ എഴുതിവിടുന്നു. ഇനി അതുമാത്രല്ല, അക്ബർ സാഹിബിന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാ. എന്താ സംഭവം? ഈ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 10 മണിക്കൂർ നീണ്ടുനിന്ന സംവാദം അല്ലേ? 10 മണിക്കൂർ IAS ഓഫീസറുമായി നടത്തിയ സംവാദം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടൂല മുസ്ലിയാക്കന്മാരെ. CD ഈ നാട്ടിലെ ജനങ്ങൾ ആ CD വാങ്ങി കാണൂല മുസ്ലിയാക്കന്മാരെ. ആരെയാ നിങ്ങൾ കബളിപ്പിക്കുന്നത്? ആർക്കെതിരെയാ നിങ്ങളുടെ പോരാട്ടം? അതേ 10 മണിക്കൂർ നീണ്ടുനിന്ന സംവാദം. ആ സംവാദത്തിൽ IAS ഓഫീസർ പറയുന്നത് എന്താ? മുഹമ്മദ് നബി മന്ത്രവാദിയാണ്. 40 വയസ്സുവരെ മുഹമ്മദ് നബി മന്ത്രവാദിയാന്ന് ബുഹാരിയിലുണ്ട്. ബുഹാരിയിൽ ഹദീസ് ഉണ്ട് എന്നാണ്. ആര് പറഞ്ഞു? IAS ഓഫീസർ പറഞ്ഞു. നിങ്ങൾ കണ്ടോളൂ ആ മിഷണറി പ്രവർത്തകരുമായുള്ള സംവാദം. 40 വയസ്സുവരെ മുഹമ്മദ് നബി മന്ത്രവാദിയായിരുന്നു. അതിന് അക്ബർ സാഹിബ് മറുപടി പറഞ്ഞു കൊടുത്തു, അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച സാധാരണ അറബി പയ്യനാണ്. അല്ലാതെ മന്ത്രവാദിയാണെന്ന നിലക്ക് ആരും അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടില്ല. മറ്റുള്ളവർ ജീവിച്ചതുപോലെ മുഹമ്മദ് നബി ജീവിച്ചു അവർക്കിടയിൽ. മുഹമ്മദ് നബി ആരും മന്ത്രവാദി എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഹദീസും ഇല്ല. ഇതാണ് അക്ബർ സാഹിബ് അവിടെ സമർത്ഥിക്കുന്നത്. മുസ്ലിയാക്കന്മാർക്ക് വേണ്ടത് കണ്ടോ? ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ ഡാഷിന്റെ കൗതുകം. അവിടെ എന്തും ചേർത്തു. നൈമിന്ന് ചേർത്താലും വേണ്ടില്ല, കൊതുക് ചേർത്താലും വേണ്ടില്ല, സക്കാഫിന്ന് ചേർത്താലും എല്ലാം കണക്കാ അല്ലേ? 10 മണിക്കൂർ നീണ്ടുനിന്ന ആ സംവാദത്തിന് മുസ്ലിയാർക്ക് കിട്ടിയ ക്ലിപ്പ് സാധാരണ അറബി പയ്യൻ കണ്ടോ? സാധാരണ അറബി പയ്യൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. 10 സെക്കൻഡ് ഉണ്ടോ ആ ക്ലിപ്പ്? 10 സെക്കൻഡ്. 10 മണിക്കൂർ നീണ്ടുനിന്ന ആ സംവാദത്തിൽ അത് അവർക്ക് കിട്ടിയ ഒരു ക്ലിപ്പാണ്. എന്നിട്ട് നിങ്ങൾ നോക്കൂ, അദ്ദേഹം പറയട്ടെ, ഈ IAS ഓഫീസർ റസൂലുള്ളാഹിയെ കുറിച്ച് പറയുന്നത് എന്താണ്? അക്ബർ സാഹിബിന് എന്തിനാ അവിടെ മറുപടി പറഞ്ഞു കൊടുക്കുന്നത്? കേട്ടോളൂ നിങ്ങൾ. ഉണ്ടെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു, മനോഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മന്ത്രവാദത്തിന് അടിമയായിരുന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഈ ഇദ്ദേഹം കണ്ടത് മലക്കാണെന്ന് ആരാ പറഞ്ഞേ? അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ അവരുടെ ഒരു കസിനോട്, അദ്ദേഹം ആ കസിൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു, അപ്പം പറഞ്ഞു ഇത് മലക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭാര്യ നബിയെ കൊണ്ട് അതിനെ മലക്കാക്കി എടുത്തിട്ട് ഒരു വലിയ ഗ്രന്ഥമൊക്കെ നബിയിലൂടെ ഒരു വിധത്തിലൊക്കെ വകച്ചുകൂട്ടി എടുത്തതാണ്. കണ്ടോ? മുഹമ്മദ് നബി ജിബിരിയിൽ വന്നിട്ട് മനസ്സിലായൊന്നുമില്ല. മനോഭ്രാന്തി ഉണ്ടായിട്ടുണ്ട്. അത് സമ്മതിച്ചിരുന്നു. മനോഭ്രാന്തി ഉണ്ടായി സമ്മതിച്ചിരുന്നു. മാത്രല്ല ഒരു വകച്ചൂട്ട് ഉണ്ടാക്കിയത് ജിബിരിയിൽ വന്നപ്പോഴേ കസിനാരാ? വറക്കത്ത് ബിൻ നൗഫൽ. ആ വറക്കത്ത് ബിൻ നൗഫലിന്റെ കസിന്റെ അടുക്ക പോയിട്ട് ചോദിച്ച് അങ്ങനെ വളച്ചൂട്ടി ഉണ്ടാക്കിയതാണ് മുഹമ്മദ് നബി എന്നാ. ഇതിന് അക്ബർ സാഹിബ് മറുപടി പറയുന്നത്. ആ മറുപടി പറയുന്നതിനിടയിലാണ് സാധാരണ അറബി പയ്യൻ എന്നൊരു പ്രയോഗം മുസ്ലിയാർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ അനുകൂലമായി കിട്ടിയെന്ന രൂപത്തിൽ മുസ്ലിയാർ അവതരിപ്പിക്കുന്നത്. എന്ന മുസ്ലിയാക്കന്മാർക്ക് വരൂലേ? മുസ്ലിയാക്കന്മാർ പറയില്ലേ? നിങ്ങൾ നോക്കൂ, ഒരു മുസ്ലിയാർ വേറൊരു മുസ്ലിയാർ പ്രസംഗിക്കാം. ഒരു മുസ്ലിയാർ പ്രസംഗിച്ചെന്താ അറിയോ? മുഹമ്മദ് നബി കടലമ്മയാണ്. ഔദാര്യത്തിന്റെ കാര്യത്തിൽ മുഹമ്മദ് നബി കടലമ്മയാണ്. എന്താ
മുസ്ലിം പ്രസംഗിക്കാണ്. ഔദാര്യത്തിന്റെ കാര്യത്തിൽ മുഹമ്മദ് നബി കടലമ്മയാണ് എന്നാണ് ഒരു മുസ്ലിം പ്രസംഗിക്കുന്നത്. കേട്ടോളൂ, അദ്ദേഹം പറയട്ടെ. വിഷയത്തിൽ റസൂലുള്ള കടലമ്മയാണ്. ഔദാര്യത്തിന്റെ 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 വിഷയത്തിൽ റസൂലുള്ള കടലമ്മയാണെന്ന് പറഞ്ഞത്. അത് വ്യാഖ്യാനം നിങ്ങൾ സമസ്തക്കാരുടെ പാഠപുസ്തകം മറിച്ച് നോക്ക്. മുഹമ്മദ് നബിയെ കുറിച്ച് മുഅന്നസ് സ്ത്രീലിംഗ പ്രയോഗം, മുഹമ്മദ് നബി സ്ത്രീയാണെന്ന് പറഞ്ഞാൽ മുർത്തദ്ദാവും, ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന. മുഹമ്മദ് നബി പെണ്ണ് എന്ന് പറഞ്ഞാൽ ആരെ പുറത്തു പോകും? ദീനിന്ന് ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ പെട്ട സമസ്തയുടെ പാഠപുസ്തകത്തിലുണ്ട്. അപ്പൊ റസൂലുള്ള കടലമ്മ എന്ന് പറഞ്ഞാൽ, കടലമ്മ എന്ന് പറഞ്ഞാൽ മഹിളമ്മ എന്ന് പറഞ്ഞാൽ മുഅന്നസല്ലടോ, സ്ത്രീലിംഗം.